കോൺട്രാക്ടർ മൻസൂറിന് ഉസ്താദ് ഉപഹാരം സമർപ്പിക്കുന്നു. ഉസ്താദിനെ സാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുഹൃത്ത് മൻസൂറിനെയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇനി നമ്മോട് ഉസ്താദ് സംസാരിക്കുന്നു. بسم الله العظيم القدرة والسان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. فتنة الرجل في أهله وماله تكفرها الصلاة والصوم والصدقة. رسول الله صلى الله عليه وسلم قال الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ കടലിൽ നിന്ന് മുത്ത് പെറുക്കിയെടുക്കുന്നവരെ കേട്ടിട്ടുണ്ടായില്ല. കടലിൽ മുങ്ങി അടിയിൽ നിന്ന് മുത്ത് പെറുക്കിയെടുക്കുന്ന ആളുകൾ ഉണ്ട്. അതുപോലെ തോണിയിലും വഞ്ചിയിലും ബോട്ടിലും വള്ളത്തിലുമെല്ലാം കയറി നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് കടലിൽ പോയി കടലിന്റെ തിരമാലകൾക്കിടയിൽ മത്സ്യം പിടിച്ചു വരുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവിടെ കടൽ തൊഴിലാളികൾ ഉള്ള സ്ഥലം അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പറയുന്നത്. എന്നാൽ ഒരു വ്യക്തി കടലിൽ ചാടി താഴോട്ട് മുങ്ങി അതിൽ നിന്ന് മുത്ത് പെറുക്കിയെടുക്കുന്നത് കണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരിക്കലും കടലിൽ ചാടി പരിചയമില്ലാത്ത മകൻ എന്റെ പിതാവ് വെള്ളത്തിൽ മുങ്ങി മുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കരുതി ഇവനും കടലിൽ ചാടിയാൽ തീർച്ചയായും തിരിച്ചു വരികയില്ല, അവൻ മരണപ്പെട്ടു പോകും. അപ്രകാരം തന്നെയാണ് നല്ല ഒരു വള്ളം
നിർത്തിയിട്ടത് കണ്ട് ഇന്നലെ എന്റെ പിതാവ് ഈ വള്ളവുമായി പോയി മത്സ്യം കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് കരുതി ജീവിതത്തിൽ ഒരിക്കലും ഈ വള്ളത്തിൽ കയറാത്ത, ഈ വഞ്ചിയിൽ കയറാത്ത 4 ചെറുപ്പക്കാർ അതിൽ കയറി കടലിലേക്ക് അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ചു വരികയില്ല. അതിങ്ങോട്ട് കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. വെള്ളത്തിന്റെ തിരമാല എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോയി അവസാനം അവർ മരിച്ചു പോവുകയല്ലാതെ രക്ഷപ്പെടുകയില്ല. അതുപോലെ ചാലിയാർ പുഴയിലും അതുപോലുള്ള മറ്റു പുഴകളിലും കുറ്റിപ്പുറം പുഴയിലും വെള്ളം നിറയുമ്പോൾ ആ വെള്ളത്തിനെതിരായി, ഒഴുക്കിനെതിരായി നീന്താൻ കഴിവുള്ള ഒരു വ്യക്തി നീന്തുന്നത് കണ്ടപ്പോൾ മകനോ മറ്റൊരു വ്യക്തിയോ ആ പുഴയിൽ ഇറങ്ങിയാൽ നീന്താൻ കഴിയുകയില്ല, അവൻ മുങ്ങി മരിച്ചു പോകും. എന്താണ് ഞാൻ മദ്രസ ഉദ്ഘാടനത്തിൽ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കട്ടെ. ഒരല്പനേരം ചിന്തിച്ചിട്ട് പിന്നീട് മറുപടി പറയും. ഞങ്ങളാരും നാളെ മുതൽ കടലിൽ പോകുന്നില്ലല്ലോ, പിന്നെ ഈ കഥ അതിൽ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഹിബു സിർ, പ്രൈവറ്റ് പോലും പറയുന്ന വ്യക്തി ആയിരുന്ന ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ സമിഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഫിത്നത്തി ശൈഅ? ഫിത്നയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലതും പറയുന്നതായി കേട്ടിട്ടുണ്ടോ? ഫിത്ന എല്ലാവർക്കും മലയാളം പോലെ അറിയാം. ചില ആളുകൾക്ക് ഫിത്ന എന്ന് പറഞ്ഞാൽ മലയാളം തന്നെയാണ്. അത് അറബി പദമാണ്. അതിന് വിവിധ അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം വെച്ചുകൊണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഫിത്നത്തു റജുലി ഫീ അഹ്ലിഹി വമാലിഹി തുകഫിറുഹ സ്വലാത്തു വസ്സൗമു വസ്സദഖ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ വളർത്തുന്നതിൽ, മക്കളെ സംരക്ഷിക്കുന്നതിൽ, അതുപോലെ ശിഷ്യന്മാരെ തർബിയത്ത് ചെയ്യുന്നതിൽ, ഇതിലെല്ലാം മാതാപിതാക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും എല്ലാം ചെറിയ ചെറിയ വീഴ്ചകൾ വരാം. ചെറിയ വീഴ്ച സാധാരണ മനുഷ്യന്മാരിൽ നിന്നെല്ലാം വരാം. ഭാര്യനെ ചെലവ് കൊടുക്കുന്നതിലും അവനെ സംരക്ഷിക്കുന്നതിലും 100% വിജയിച്ചു എന്ന് ഒരു ഭർത്താവിന് പറയാൻ കഴിയില്ല. അതുപോലെ ഭർത്താവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ 100% ഞാൻ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി എന്ന് പറയാൻ ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. എപ്പോഴെങ്കിലും ചെറിയ അപാകതകൾ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കരുതിക്കൂട്ടാതെ ഇങ്ങനെ വന്നു പോകുന്ന ചെറിയ ചെറിയ അപാകതകൾ അവന്റെ നിസ്കാരവും നോമ്പും സദഖയും കൊണ്ട് പുറത്തു പോകും. അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും അവന്റെ അമലുകളെ കൊണ്ട് അതെല്ലാം പുറത്തു പോകും. അല്ലാഹു തആല പുറത്തു കൊടുക്കും. നമ്മളൊക്കെ സാധുക്കളല്ലേ, നമ്മളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വന്നാൽ ആ പോരായ്മകൾ നമ്മുടെ നിസ്കാരം നോമ്പ് തോന്നിയത് കൊണ്ട് പുറത്തു പോകും എന്ന് പറയുന്നതായി ഞാൻ കേട്ടു. ഫിത്ന, ഇതിന് ഫിത്ന എന്നാ പറഞ്ഞത്. എന്നാൽ
ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, ലസ്തു അൻ ഹാദാ അസ്അൽ, ഞാൻ ഈ ഫിത്നയെ സംബന്ധിച്ചല്ല ചോദിച്ചത്, പിന്നെയോ അൻ ഫിത്നത്തിൻ തമൂദു കമൗജിൽ ബഹരി, കടലിന്റെ തിരമാലകൾ മറിയുന്നത് പോലെ മറഞ്ഞു കളിക്കുന്ന ഫിത്നയെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് അടുത്തു വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞു, കടലിന്റെ തിരമാലകൾ ഇങ്ങനെ മറഞ്ഞു കളിക്കുന്നത് പോലെ ഫിത്നകൾ ലോകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ഫിത്നയെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. എന്ത് ഫിത്ന? അടക്കക്ക് മഹാളി പിടിക്കുന്ന ഫിത്നയല്ല, തെങ്ങിന് മണ്ടൽ പിടിക്കുന്ന ഫിത്നയല്ല, കൃഷികൾ നാശം വരുന്ന ഫിത്നയല്ല, മറിച്ച് മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഈമാനിനെ പോക്കറ്റടിക്കുന്ന കക്ഷികളിൽ നിന്നുള്ള ഫിത്ന, ഈമാൻ നശിപ്പിക്കാനുള്ള ഫിത്ന. അതിങ്ങനെ കടലിന്റെ തിരമാല പോലെ എന്ന് പറയുമ്പോൾ കടലിലെ തിരമാല എപ്പോഴും ഉണ്ടാവും, ഇല്ലാത്തൊരു സമയമുണ്ടോ? ജൂൺ ജൂലൈ വരുമ്പോ കുറച്ചധികം ഉണ്ടാവും, അതുപോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോ കുറച്ചധികം ഉണ്ടാവും, എലക്ഷൻ വരുമ്പോ. അങ്ങനെ ഫിത്ന എന്നും ഉണ്ടായിട്ടുണ്ട്. ഫിത്ന ഇല്ലാത്ത ഒരു കാലവും ഇല്ല, കടലിലും തിരമാലടിക്കാത്ത ഒരു കാലവുമില്ല. എന്ന് മാത്രമല്ല, കടലും കരയുമായി നോക്കിയാൽ കടലാണ് കൂടുതൽ, വെള്ളമാണ് കരയേക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഫിത്ന ഉണ്ടാക്കുന്നവരാണ് ഫിത്ന ഉണ്ടാക്കാത്തവരെക്കാൾ അധികം. എന്നാൽ ഇതെന്തിനാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഈ കടലിൽ ചാടി മുത്തു പെറുക്കിയെടുക്കാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മകനോ മറ്റൊരു വ്യക്തിയോ അത് കണ്ട് ചാടിക്കൂടാ, മറിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ദിവസം അല്പമൊന്ന് മുങ്ങണം. മുങ്ങുമ്പോ കുറച്ചങ്ങോട്ടെത്തുമ്പോ വാപ്പ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വാപ്പ അവന്റെ കൈയും പിടിച്ച് മേലോട്ട് കയറി. അടുത്ത ദിവസം ഒരു മുഴം കൂടി താഴോട്ടുപോയി. അങ്ങനെ മാസങ്ങളോളം ഈ മകന് വെള്ളത്തിൽ മുങ്ങി പരിചയപ്പെടുത്തുമ്പോഴാണ് പിതാവ് പോകുന്നത് പോലെ വെള്ളത്തിന്റെ അടിയിലേക്ക് മകനും പോകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തോണിയും വഞ്ചിയുമായി ബോട്ടുമായി വെള്ളത്തിൽ പോകാനും അങ്ങനെ തന്നെ പിതാവിന്റെ കൂടെയോ മറ്റാളുടെ കൂടെയോ കുറേ ദിവസം പോയി പോക്ക് കൊണ്ട് ഇങ്ങനെ പരിചയപ്പെട്ട് വന്നാൽ പിന്നീട് ഇവന് പോകാൻ കഴിയും, അല്ലെങ്കിൽ കഴിയില്ല. അതുപോലെ ഇവിടെ ഫിത്നകൾ കടലിന്റെ തിരമാല പോലെ വരുമ്പോഴും ഫിത്നയിൽപ്പെട്ട് മുങ്ങി മരിച്ചു പോകാതിരിക്കാൻ, അഥവാ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരിക്കലും ഫിത്നയിൽ കുടുങ്ങാത്ത മഹാന്മാരുടെ കൂടെ നാം ഒട്ടിപ്പിടിച്ചു നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സജ്ജനങ്ങളുടെ കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കണം. അവരുടെ പ്രസ്ഥാനത്തിലും അവരുടെ ആശയത്തിലും അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അതിലൊരു മെമ്പറായിട്ട് നിങ്ങളും ജീവിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പരിചയപ്പെട്ട പിതാവിന്റെ കൂടെ ഒരുപാട് കാലം പോയിട്ടുള്ള മകൻ വെള്ളത്തിൽ മുങ്ങുന്നത് പോലെ പഠിക്കുന്നത് പോലെ അതാ
എന്നെ പിടിച്ചോവർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു മഹാനവറുകൾ പറഞ്ഞു, എന്നെ പിടിച്ചിട്ട് ആര് നടക്കുന്നോ അവരെ ഞാൻ രക്ഷപ്പെടുത്തും, അവരെ പിടിക്കാൻ എനിക്ക് കഴിവുണ്ട്. ബഹുമാനപ്പെട്ട ഔദുൽ ആലം എല്ലാ തിരമാല പോലത്തെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാര് ഇബ്ലീസ് ചാച്ചി കിടത്തി അയച്ചോവർ. അതാ ആകാശത്തിൽ നിന്ന് വാനലോകത്തു നിന്ന് ഒരു സംഘം ആളുകളെ പോലെ വരുന്നു. വലിയ വലിയ നല്ല നല്ല കസേരകളിൽ ഇരുന്നുകൊണ്ട് ആ കസേരയിൽ ഒരു നേതാവുണ്ട്. അയാൾ വലിയ കസേരയിൽ നിന്ന് ചെയർമാനായി അങ്ങനെ കുറെ ചെയറുകളിൽ ഇരുന്നുകൊണ്ട് കുറെ ആളുകളെ പോലെ താഴോട്ട് ഇറങ്ങി വരുന്നു. മലായിക്കത്ത് മനുഷ്യന്മാരെ കോലത്തിൽ ചമഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഔദുൽ ആലമിന്റെ മുമ്പിൽ വന്ന് പറയുന്നു, ഓ അബ്ദുൽ ഖാദിർ ജീലാനി, ഓ മുഹ്യിദ്ദീൻ ശൈഖേ, നിങ്ങൾ അല്ലാഹുവിന്റെ എമ്പാടും കാലമായി ഇബാദത്ത് ചെയ്യുന്നു. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. 40 നിലവേറും വേഷാത്തോളൂതോരുവാലെ 40 സുബ്ഹി തൊഴുതോർ. 40 കൊല്ലം ഇശാ നിസ്കരിച്ച വുളൂ മുറിയുന്നില്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ ഉറങ്ങണം, അത് ശർത്താണ്. ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള നിസ്കാരമാണ് തഹജ്ജുദ്. പക്ഷേ ബഹുമാനപ്പെട്ട ഔദുൽ ആലം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നിട്ടാണ് ഉറങ്ങുന്നത്. നല്ല ഉറപ്പിച്ചിട്ട് ഇല്ലാ നൗമ മുമക്കിനിൻ മഖഅദഹു, ഇരുന്ന സ്ഥാനം ഉറപ്പിച്ച് ഇരുന്നവന്റെ ഉറക്കം ഒഴികെ എന്ന് നമ്മൾക്ക് ചെറിയ കിതാബ് പഠിച്ചിട്ടുണ്ട്. ഉറക്കം കൊണ്ട് ഒതു മുറിയും, ഇങ്ങനെ ഉറപ്പിച്ചിരുന്നവന്റെ ഒതു മുറിയൂല. ആ നിലക്ക് ഒതു മുറിയാതെ ഒരു അല്പസമയം ഉറങ്ങുകയും പിന്നീട് എഴുതിയിട്ട് ഒതു മുറിയാതെ തന്നെ തജ്ദീദുൽ വുളൂ പുതുതാക്കുക എന്ന ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി വുളൂ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഇശാ തൊഴുക, വുളൂവാലെ സുബ്ഹി തൊഴുതോർ. തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ധാരാളം റക്അത്തുകൾ നിസ്കരിച്ച് രാത്രി അതാ പാതിര സമയത്ത് കണ്ണുനീര് വാർത്തുകൊണ്ട് അല്ലാഹുവിനോട് കരയുകയും ദിക്റുകൾ സ്വലാത്തും ചൊല്ലിക്കൊണ്ട് നേരം വെളുപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് തങ്ങൾ അദ്ദേഹത്തോടാണ് വന്ന് പറയുന്നത്, ഓ മുഹ്യിദ്ദീൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് നിസ്കാരം വേണ്ട, ഇന്നു മുതൽ നിങ്ങൾക്ക് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഒരു നിർബന്ധവും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇത് പറയാൻ അല്ലാഹു ഞങ്ങളെ ഏൽപ്പിച്ചയച്ച മലക്കുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ പിടുത്തം പിടുത്തിട്ട് വലിച്ച് കടലിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞു ഇബ്ലീസിനെ. അങ്ങനെ ഒരു ശറഇല്ല. എന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠതയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 1,24,000 പരം വരുന്ന അംബിയാ മുർസലികളിൽ ഏറ്റവും ഒരു ചെറിയ നബിയുടെ ഈമാൻ മുഴുവൻ സഹാബത്തിന്റെയും ഔലിയാക്കളുടെയും ഈമാനേക്കാൾ അധികമാണ് കേട്ടോ. നബിമാരുടെ എല്ലാ നബിമാരുടെയും നേതാവായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈമാൻ എത്രയാണെന്ന് പറയാൻ കഴിയില്ല. അവിടുത്തെ മഅരിഫത്ത് എത്രയാണ്, അത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടില്ല. അത് വേറെ എവിടെയും എഴുതി വെക്കാൻ കഴിയുന്നതല്ല. ലൗഹിലും കലമിലും ഒക്കെയുള്ള ഇൽമ് അങ്ങയുടെ ഇൽമിൽ നിന്നൊരു ചെറിയ ഭാഗമാണ് നബിയെ എന്ന് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞത്. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വലിയ 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 മഹാന്മാർക്ക് മഅരിഫത്ത് അല്ലാഹു തആല കൊടുക്കുന്നു. അത് മഅരിഫത്തിനനുസരിച്ചാണ് അവർ വലുതാകുന്നത്. വലുതാകുന്ന എല്ലാവരുടെയും വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. അവിടത്തേക്ക് നിസ്കാരം ഉപേക്ഷിക്കൽ അനുവദിച്ചു കൊടുത്തിട്ടില്ല. വഫാത്തിന്റെ സമയത്ത് ശബ്ദിക്കാൻ കഴിയാത്ത ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കാതിങ്ങനെ വെച്ചു കൊടുത്തപ്പോഴും പറയുന്നത് ഊസീക്കും ബിസ്സലാ, നിങ്ങളൊക്കെ നിസ്കരിക്കണമെന്ന് ഞാൻ വസീയത്ത് ചെയ്യുന്നു എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നിസ്കാരവും നോമ്പും സക്കാത്തും ശരീഅത്തിന്റെ കൽപ്പനയില്ല എന്ന് പറയുന്നത് ഇബ്ലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് വലിച്ചെറിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, കടലിന്റെ തിരമാല പോലെയുള്ള ഫിത്ന വന്നിട്ട് അതിലൊന്നും മുങ്ങിപ്പോയില്ല. റൗദുല്ലാഹ് മുങ്ങിപ്പോയില്ല, റിഫായി ശൈഖ് മുങ്ങിപ്പോയില്ല, അതുപോലുള്ള മറ്റു വലിയ മഹാന്മാർ അവരൊന്നും ആ തിരമാലകളിൽ പെട്ട് ഹലാക്കായി പോയില്ല. ഒഴുകുന്ന വെള്ളത്തിനെതിരെ അവർ നീന്തി. മനുഷ്യന്റെ ശരീരത്തിന്റെ ഒഴുക്ക് എപ്പോഴും ദോഷങ്ങൾ ചെയ്യാനും മോശമായ വാക്കുകൾ പറയാനുമാണ്. എന്നാൽ അതിനെതിരായി ശരീരത്തിന് കൽപ്പനകൾ മുഴുവനും സ്വീകരിച്ചു കൊണ്ട് അവരെല്ലാവരും ജീവിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ ആ മഹത്തുക്കളെ പിടിക്കണം, അവരെ കൂടെ നിൽക്കണം, അവരെ മുറുകെ പിടിക്കണം. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. ഈ പറയുന്ന ഫിത്നയിൽ പെട്ട് പോകാൻ പാടില്ല. ഏത് കാലവും കടലിലെ തിരമാലകൾ പോലെ ഫിത്നകൾ ഇങ്ങനെ വരും. ഫിത്ന ഇല്ലാത്തൊരു കാലം ഇവിടെ ഉണ്ടായിട്ടില്ല. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് വളരെ വലിയ അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിലനിന്നിട്ടുള്ളത്. സ്വഹാബത്തിന്റെ കാലത്ത് ശത്രുക്കളുണ്ടായി, മുനാഫിക്കുകളുണ്ടായി, കപടവിശ്വാസികളുണ്ടായി. അവർ പലതും സ്വഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞു പരത്തി, വിജയിച്ചില്ല. സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിന്നു. അൽ-അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുകൾ, അവരെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞു. അവരിൽ ചിലരെ പിടിച്ച് ജയിലിൽ വെച്ചു, ഭരണാധികാരികളെ കൂട്ടുകൂടി. എന്നിട്ടും സുന്നത്ത് ജമാഅത്ത് ഇവിടെ അടിയുറച്ചു നിലനിന്നു. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മുഹദ്ദിസീങ്ങളുടെ ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവായി അറിയപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ഒരു ക്ലാസ് നടത്തി തരണം, ഒരു ദർസ് നടത്തി തരണോ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി കുറെ ആളുകൾ. ആ കൂട്ടത്തിൽ അധികവും പരിചയമില്ലാത്ത ആളുകളായിരുന്നു. അവർ സുന്നികൾ ആയിരുന്നില്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല എന്ന് പറയുന്ന കൂട്ടരായിരുന്നു. ഇമാം ബുഖാരി ആവട്ടെ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാകുന്നു, അത് മഖ്ലൂഖല്ല, സൃഷ്ടിയല്ല എന്ന മുസ്ലിം ലോകത്തിന്റെ വിശ്വാസത്തിന്റെ പ്രചാരകൻ കൂടിയാണ് ഇമാം ബുഖാരി. ഇവര് വിശ്വസിക്കുന്നത് ഖുർആൻ ഒരു സൃഷ്ടിയാണ്, അല്ലാഹുവിന്റെ കലാം അല്ല എന്നായിരുന്നു ഇക്കൂട്ടര് വിശ്വസിച്ചത്. അങ്ങനെ ഇമാം ബുഖാരി ദർസ് നടത്തി ക്ലാസ് എടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലതാ ഈ പ്രശ്നം പറഞ്ഞു. ഇമാം ബുഖാരി പറഞ്ഞു,
القرآن ليس بخالق ولا مخلوق بل هو كلام الله القديم كلام قديم لا يمل سماعه تنزه من قول وفعل ونية അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അത് ഖദീമായ കലാമാണ്, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് ഇമാം ബുഖാരി പറഞ്ഞപ്പോൾ ആ സദസ്സിലുള്ള ഈ കൂട്ടരുണ്ടല്ലോ വിദ്യാർത്ഥികാർ, അവരെല്ലാം കൂടി കൂക്ക് വിളിച്ചു. ഇമാം ബുഖാരിയുടെ ദർസ് തടസ്സപ്പെടുത്തി കൂക്ക് വിളിച്ചിട്ട് ഉറക്കാൻ കൂക്ക് വിളിച്ച് അവരതാ വിളിച്ചു പറയുന്നു, ഇമാം ബുഖാരി ഖുർആൻ മഖ്ലൂഖാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. നഊദു ബില്ലാഹ്, ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. കാരണം من قال إن القرآن خالق أو مخلوق فهو كافر. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇമാം അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഇമാം മാലിക്, അഹ്മദ് ബിൻ ഹംബൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, അത് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കുഫരിയത്തുകാരനായി പോകും. അങ്ങനത്തെ കലാമും ഇമാം ബുഖാരി ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ അതാ കൂക്ക് വിളിച്ചുകൊണ്ട് ബുഖാരി അങ്ങനെ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഒച്ചട്ട് കൊണ്ട് ഇവര് പരത്തി. ഇമാം ബുഖാരി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവിടുത്തെ ഏതാനും മഹിബീങ്ങളായ സുന്നികളായ ആളുകളുണ്ടായിരുന്നു. അവർ ഇമാം ബുഖാരിയെ കൂട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് വെച്ച് അവിടത്തെ കൊണ്ട് ദർസ് നടത്തിച്ചു, വഅദ് പറയിപ്പിച്ചു. വല്ലാഹി വല്ലാഹി മാ ഖുൽതു ഇന്നൽ ഖുർആന മഖ്ലൂഖുൻ, അല്ലാഹുവിനെ തന്നെ സത്യം, ഖുർആൻ മഖ്ലൂഖാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്തത് എന്റെ പേരിൽ വെച്ച് കിട്ടിയതാണെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായത് കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഇവിടെ ദീനിന്റെ കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിച്ച മുഴുവൻ ഔലിയാക്കളെ സംബന്ധിച്ചും മുഹദ്ദിസീങ്ങളെ സംബന്ധിച്ച് ഫുഖഹാഇനെ സംബന്ധിച്ച് ഉലമാഇനെ സംബന്ധിച്ചെല്ലാം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും അവരെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് ആണ് ഇവിടെ ലോകം വന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഴുവൻ അഗ്നിപരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിന്നു, സുന്നത്ത് ജമാഅത്ത് നിലനിന്നു. ആ നിലക്ക് തന്നെ നിങ്ങളോടും പറയാനുള്ളത്, എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നും കേൾക്കുമ്പോ നമ്മളെ സംഘടന ഇന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അള്ളാഹു അവിടുത്തെ വയസ്സിനെ നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്തോടെ സ്നേഹത്തോടെ നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ആ മഹാനവതികളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആ സംഘടന വളർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ കീഴിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ലാഹ് 7 ഭാഷയിൽ നമ്മുടെ ബോർഡിന് പുസ്തകമുണ്ട്. മറ്റുള്ള ബോർഡുകാർക്കൊക്കെ ഒറ്റ ഭാഷയിൽ മാത്രമേ, അത് തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മദ്രസകളുണ്ട്. മലയാളം, അറബി മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഉറുദു, അറബി, ഇങ്ങനെ 7 ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവനും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ണുക്കടിയുണ്ടായ കൗമ് ഏതെല്ലാം നിലക്കാണ് വിതരണാക്കാൻ നോക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇന്നലെയും മെനയാന്നൊക്കെ നിങ്ങൾ കേട്ടും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ചാനലും ഒക്കെ.
അതിലൊന്നും ഈമാനുള്ളവൻ വഞ്ചിതരാവരുത്. ഒരൊറ്റ ഈമാനുള്ളവനും അതിൽ വഞ്ചിതരാവരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വക ഇമ്മാച്ചികളെ കൊണ്ടൊന്നും സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ ഇവിടെ സാധിക്കുകയില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാം ഉത്ഭുതരാവണം, മുഴുവൻ ജനങ്ങളും ഉത്ഭുതരാവണം, വളരെയധികം ചിന്തിക്കണം. നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന് നാം സൂക്ഷിക്കണം. കേട്ടതൊക്കെ അങ്ങ് പറഞ്ഞാൽ സംസാരിച്ചാൽ നമ്മൾ കുറ്റക്കാരായി പോകും. അതുകൊണ്ട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസത്തിനുള്ളതി ജമാഅമാനം ബഅദ്ദദ. വെറുതെ പറയുന്ന നേരത്തെ നന്നതെ അങ്ങനെ പറഞ്ഞു വരാം. ഈ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ജനങ്ങളെ പരിഹസിക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് കഠോരമായ ശിക്ഷയുണ്ട്, നരകമുണ്ട്, വൈലുണ്ട്. അവർക്ക് കുറെ മുതലുണ്ട്, കുറെ ആളുകളുണ്ട് എന്നൊക്കെ കരുതിയിട്ട് മനുഷ്യന്മാരെ പരിഹസിക്കാൻ, ആലിമീങ്ങളെയും മുത്താലിമീങ്ങളെയും എല്ലാം പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ താക്കീത്, നിന്റെ മുതലും നിന്റെ സമൂഹവും അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. നിന്നെ ഹുതമത്തിൽ വലിച്ചെറിയപ്പെടും, ഹുതമത്തിൽ വലിച്ചെറിയപ്പെടും. എല്ലാവരും തന്നെ നോക്കുക, എന്താണാവോ ഈ ഹുതമത്ത്? നല്ല ട്രെയിനിങ് ഉള്ള മുഅല്ലിമീങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും പോലെ കുട്ടികളങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് നല്ല ട്രെയിനിങ് ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. സ്കൂളിലായാലും മദ്രസയിലായാലും കുട്ടികൾ ബെഞ്ചിൻ്റെ ബാക്ക് കുത്തിയിട്ട് ഇങ്ങനെ ഉറങ്ങുകയും ഉസ്താദ് അറിയുന്നാക്കിയിട്ട് വായിച്ചു വിടാന്ന് പറഞ്ഞാൽ അത് ക്ലാസ് ആവില്ല. അപ്പൊ ക്ലാസ് കുട്ടികളെ കൂടി ശ്രദ്ധിപ്പിക്കണം. അല്ലാഹു തആല ശ്രദ്ധിപ്പിക്കുന്നു വളരെ ഗൗരവത്തിൽ. അവനെ ഹുതമത്തിൽ വലിച്ചെറിയപ്പെട്ടു. ആർക്കും അറിയില്ല ഹുതമത്ത് എന്താണെന്ന്. അല്ലാഹു തന്നെ ചോദിക്കുന്നു, ഹുതമത്ത് എന്താണെന്ന് അറിയാമോ? കത്തിജ്വലിക്കുന്ന, എത്രയോ കാലം കത്തിക്കപ്പെട്ട നരകമാണ്. ആ നരകം തൊലിയും മജ്ജയും മാംസവും എല്ലും ഇതെല്ലാം കരിച്ച് 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 ഹൃദയമാവുന്ന ആ മാംസക്കട്ടത്തെ പോലും കരിക്കുന്ന കഠോരമായ വേദനയുള്ള ആ കരിക്കൽ വരുന്നതാണ് നരകം. ആ നരകത്തെ നീ വലിച്ചെറിയപ്പെടും എന്ന് അല്ലാഹു പറയുന്നു. ആർക്ക്? ശിക്ഷ. ഇവിടെ ഒരുപാട് ആലിമീങ്ങളും മുത്താലിമീങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവരോട് ചോദിക്കും, ഖുർആനിൽ എവിടെയെങ്കിലും കള്ളു കുടിക്കുന്ന ശിക്ഷ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്? കള്ളു കുടിക്കുന്നവരുടെ ശിക്ഷ, നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ ശിക്ഷ പറഞ്ഞിട്ടുണ്ട്, സകാത്ത് കൊടുക്കാത്തവരുടെ ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെറ്റുകളും ചെയ്താൽ അതിന് കഠോരമായ ശിക്ഷയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു സൂറത്ത് പൂർണ്ണമായി അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അത് ഈ ഗീബത്ത് പറയുന്ന, ഫസാദ് പറയുന്ന വിദഗ്ധക്കാർക്ക് മാത്രമാണ് ഒരു സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും പരിഹാസവും അത് അവന്റെ ഈമാനെ നശിപ്പിക്കും, മറ്റ് ധാരാളം ആളുകളുടെ ഈമാനെ നശിപ്പിക്കും. ഒരുത്തൻ നിസ്കരിക്കാതിരുന്നാൽ അവനാണ് കേട്, മറ്റുള്ളവർക്ക് കേടില്ല. ഒരാൾ നോമ്പ് നോൽക്കാതിരുന്നാൽ അവന് കേട്. ഇതങ്ങനെയല്ല. ഈ ഗീബത്തും നമീമത്തും പരിഹാസവും ഫിത്നയും അത് അവന്റെ കാരണം കൊണ്ട് മറ്റുള്ള ധാരാളം ആളുകൾ പിടിച്ചു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഖുർആനിലെ ഒരു സൂറത്ത് മുഴുവനും ഇതിന്റെ ശിക്ഷ പറയാനായി അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, എന്റെ ആത്മമിത്രങ്ങളായ കരളിന്റെ കടങ്ങളായ യുവാക്കളെ, കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാം
നമ്മുടെ ഈമാനിനെ സൂക്ഷിക്കണം. നമ്മുടെ ഈമാൻ നശിച്ചു പോകാതെ നമുക്കിവിടെ ജീവിക്കാനും ഈമാൻ നശിച്ചു പോകാതെ കാമിലായ മുഅ്മിനായി മരിക്കാനും നമുക്ക് സാധിക്കണം. അതിനു വേണ്ടി നാം എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ മദ്രസ അതിനു വേണ്ടിയാണ്. ആ നിലക്ക് നമ്മുടെ കുട്ടികളെ തസ്കിയത്ത് ചെയ്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മദ്രസ ഉണ്ടാക്കിയത്. ഒരാലങ്കാരികമായി ഉണ്ടാക്കിയതല്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ മദ്രസയുടെ സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പുറമെ മറ്റ് ഒഴിവുള്ള സമയത്ത് ഇവിടുത്തെ യുവാക്കൾക്ക് ക്ലാസ് വെക്കാനും വയസ്സന്മാർക്ക് സ്റ്റഡി കൊടുക്കാനും അതുപോലെ ഖുർആൻ വലിയവർക്കും വയസ്സന്മാർക്ക് പഠിപ്പിക്കാനും അങ്ങനെ എല്ലാ സമയവും നമ്മുടെ മദ്രസ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾ വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് ഈ മദ്രസയിലും ഉണ്ടാകും. വെറും രാവിലെ 2 മണിക്കൂർ കൊണ്ട് മതിയാക്കിക്കൊണ്ട് തെറ്റൊന്നുമില്ല. ഒരൊറ്റ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി അല്ലാഹ് സ്വീകരിച്ചാൽ ഈ ചെയ്ത എല്ലാത്തിനും പോയി കിട്ടും. അത് മതി. പക്ഷേ അങ്ങനെ ആക്കണ്ട. നമുക്ക് എല്ലാ സമയവും പകൽ സമയം മുഴുവനും രാത്രിയിൽ നിന്നുള്ള കുറച്ച് സമയവും എല്ലാം ഈ മദ്രസ ഉപയോഗപ്പെടുത്താൻ കൂടി സാധിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ്. ചെറിയ സ്വലാത്ത് اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى يا أرحم الراحمين. أرحم الراحمين ملك الملوك يا رحمن يا رب. നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലിയ സലാത്തിന്റെ ബഹുമതി കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരും ഞങ്ങളെ ഈ സ്ഥാപനത്തെ സഹായിച്ചവരും മറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരും നാട്ടിലും വിദേശത്തുമുള്ള എല്ലാവരും നീ അവർക്കൊക്കെ പുറത്തു കൊടുക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു തരണം റഹ്മാനേ. ഞങ്ങളെ പ്രിയം വെക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ സലാമത്ത് നൽകണം റഹ്മാനേ. പടച്ചവനെ ഞങ്ങളെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ആഫിയത്ത് തരണം റഹ്മാനേ. സലാമത്ത് നൽകണം റഹ്മാനേ. ഇസ്സത്ത് നൽകണം റഹ്മാനേ. സർവ്വ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനേ. ഇവിടെ ഈ മദ്രസയ്ക്ക് വേണ്ടി ഉത്സാഹിച്ച വയസ്സായ ഒരാൾ രോഗമായി കിടക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സുഖമാക്കി കൊടുക്കണം റഹ്മാനേ. അതുപോലെ അധ്വാനിച്ച മുഴുവൻ ആളുകൾക്ക് നീ നല്ല സുഖവും ഇസ്സത്തും നൽകണം റഹ്മാനേ. ബർക്കത്ത് നൽകണം റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ സംഘടനയെയും പ്രവർത്തനത്തെയും ഭിന്നിപ്പിക്കാൻ വരുന്ന മുഴുവൻ ആളുകളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാനേ. അവരെ നീ തോൽപ്പിക്കണം റഹ്മാനേ. ഞങ്ങളുടെ സംഘടന നീ ശക്തിപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ എല്ലാ ശക്തിയും നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ഇസ്സത്തിനെ വർദ്ധിപ്പിക്കണം റഹ്മാനേ. ആഫിയത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനേ. അർഹമുർ റഹീമായ അല്ലാഹ്, ഒരു കുട്ടി കണ്ണിലൊരു കൊള്ളി തട്ടിയിട്ട് വിഷമിക്കുന്നുണ്ട്. പടച്ചവനെ, കണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. നീ അത് സുഖമാക്കി കൊടുക്കണേ അല്ലാഹ്. നീ സുഖമാക്കി കൊടുക്കണേ അല്ലാഹ്. ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമേ, കച്ചവടക്കാർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. വിദേശത്തും സ്വദേശത്തുമുള്ളവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിച്ച് അവർക്കെല്ലാം നല്ല റാഹത്ത് കൊടുക്കണേ റഹ്മാനേ.
ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവത്തിലൂടെ നല്ല കുട്ടികളെ നൽകണേ അല്ലാഹ്. അർഹമുർ-റഹീമായ അല്ലാഹ്. ഇത് വേറൊന്നും ആലോചിക്കാം. പണ്ടൊരിക്കലും ചെറുപ്പത്തിലല്ല വയലു അറിയാൻ തുടങ്ങിയ കാലത്ത് ഒരാൾ വന്നിട്ട് എൻ്റെ ഭാര്യക്ക് ഗർഭമാണ് നേർക്കണം. ഞാൻ വയതിലൊന്നുമല്ല, അല്ലാതെ ഒരു സ്ഥലത്തിലിരിക്കുന്നു. സുഖപ്രസവങ്ങളൊന്നും ആയിരുന്നില്ല. അപ്പൊ അവിടെ കാര്യമായ ഒരു വലിയുണ്ടായി. മൂപ്പരിനോട് പറഞ്ഞു, സുഖമായി പ്രസവിച്ചാൽ തന്നെ പോലെയല്ല, കുട്ടി നന്നാകുകയും വേണ്ടേ. അപ്പോ സുഖമായ പ്രസവത്തിലൂടെ നല്ല കുട്ടിനെ കൊടുക്കണം റഹ്മാനെ. ഗർഭിണികളായ സ്ത്രീകൾക്ക് നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. നല്ല സന്താനങ്ങളെ നൽകണം റഹ്മാനെ. പഠിത്തവനെ ചെറുപ്പക്കാരായ യുവാക്കൾ SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകന്മാർ, SMA-യുടെ പ്രവർത്തകന്മാർ, അങ്ങനെ നമ്മുടെ പ്രവർത്തകന്മാർക്കെല്ലാം നീ ഐശ്വര്യവും ബർക്കത്തും നൽകണേ അല്ലാഹ്. കടം കൊണ്ട് ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. കടം കൊണ്ട് മറ്റൊരാളുടെ മുഖത്ത് നോക്കി അവരുടെ കറുത്ത മുഖം കാണുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ ഇസ്സത്തിലാക്കി തരണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഏറ്റിത്തരണം റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. അവിടുത്തെ ജിവാറിൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളുടെ ഈ മദ്രസ ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലായി നിലനിർത്തി തരണം റഹ്മാനെ. അതിന് പണം തന്നവരും ദേഹം കൊണ്ടും വാക്കുകൊണ്ടും എല്ലാ നിലക്കും അധ്വാനിച്ച എല്ലാ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെയും സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ മക്കളെയും മക്കളെ മക്കളുടെയും രോഗങ്ങൾ ശിഫയാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മക്കളുടെ ഭർത്താക്കളുടെ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. മറ്റ് ബന്ധുക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ. സന്താനങ്ങളില്ലാത്തവർക്ക് നല്ല സന്താനം നൽകണം അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. സ്വാലിഹായ സന്താനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. Allah